ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൺലിമിറ്റഡ് കോഡ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ സയൻസിലെ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻസ് എന്നുള്ള പാഠഭാഗത്തിലെ സ്റ്റാക്ക് എന്നുള്ള ഭാഗമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് പ്രസ് ദി ബെൽ ഐക്കൺ ഫോർ ദി നോട്ടിഫിക്കേഷൻസ്. എന്താണ് സ്റ്റാക്ക് എന്ന് നോക്കാം. ഇവിടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഫോർ സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ട് അതിൽ നമുക്ക് കാണാം ഇഡ്ഡലിത്തട്ട് ക്രമീകരിച്ചിരിക്കുന്നതും പാത്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നതും കാണാം. അപ്പോൾ ഇതൊക്കെ സ്റ്റാക്കിന് എക്സാമ്പിളാണ്. അതായത് നമുക്ക് കാണാം ഓരോ ഇഡ്ഡലിത്തട്ടിന് ശേഷം അടുത്ത ഇഡ്ഡലിത്തട്ട്, അതിന് ശേഷം നെക്സ്റ്റ് ഇഡ്ഡലിത്തട്ട്, അങ്ങനെ അത് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പാത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നതും. അതിൻ്റെ സ്റ്റാൻഡ് ശ്രദ്ധിച്ചാൽ കാണാം നമുക്ക് മുകളിൽ നിന്ന് മാത്രമേ ആ പാത്രം എടുത്തു മാറ്റാൻ പറ്റുകയുള്ളൂ. അതായത് ഒന്ന് വെച്ചതിന് ശേഷം അതിന് മുകളിൽ വേറൊന്ന്, അതിന് മുകളിൽ വേറൊന്ന്. ഇനി അതിൽ നിന്നും എടുക്കുകയാണെങ്കിൽ മുകളിലത്തെ പാത്രം ആദ്യം എടുക്കും, അതിന് ശേഷം അതിന് താഴെയുള്ള പാത്രം, അങ്ങനെയായിരിക്കും നമുക്കത് എടുത്തു മാറ്റാനും പറ്റുന്നത്. ഇനി നോക്കാം, വാട്ട് ഈസ് സ്റ്റാക്ക്? The data structure that follows LIFO principle is known as stack. LIFO എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചറിനെ നമുക്ക് സ്റ്റാക്ക് എന്ന് വിളിക്കാം. എന്താണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്? അതായത് അവസാനം വെച്ചത് ആദ്യം പുറത്തു പോകുന്നു. ഇവിടെ കാണാം പ്ലേറ്റ്സ് അടുക്കി വെച്ചതാണെങ്കിൽ അവസാനം വെച്ച പ്ലേറ്റാണ് ആദ്യം നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇതൊരു സ്റ്റാക്കിന് എക്സാമ്പിളാണ്. ഇറ്റ് ഈസ് ആൻ ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇൻ വിച്ച് ഓൾ ഇൻസേർഷൻസ് ആൻഡ് ഡിലീഷൻസ് ആർ മെയ്ഡ് അറ്റ് വൺ എൻഡ്, യൂഷ്വലി കോൾഡ് ടോപ്പ്. അതായത് നമ്മൾ ഈ സ്റ്റാക്കിൽ ഒരു എൻഡിൽ നിന്ന് മാത്രമേ നമുക്ക് വെക്കാനും പറ്റുകയുള്ളൂ, അതുപോലെ എടുത്തു മാറ്റാനും പറ്റുകയുള്ളൂ. ഇഡ്ഡലി തട്ട് ക്രമീകരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് ടോപ്പ്, അതിലൂടെ മാത്രമേ നമുക്ക് ഓരോ തട്ടായിട്ട് വെക്കാനും പറ്റൂ. അതേപോലെ അതേ എൻഡിൽ നിന്ന്, ആ മുകളിൽ നിന്ന് മാത്രമേ ഓരോ തട്ടും എടുത്തു മാറ്റാനും പറ്റൂ. അപ്പോൾ ഇതിനെയാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. എ സ്റ്റാക്ക് ക്യാൻ ബി ഫിസിക്കലി ഇംപ്ലിമെൻറ്റഡ് ബൈ ആൻ അറേ. അതായത് സ്റ്റാക്ക് നമുക്കൊരു അറേ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. യൂഷ്വലി അറേയാണ് യൂസ് ചെയ്യുന്നത് സ്റ്റാക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമിങ്ങിലൊക്കെ. ദി സൈസ് ഈസ് പ്രീ ഡിറ്റർമിൻഡ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് സ്റ്റാറ്റിക്. സ്റ്റാക്കിൽ സൈസ് ഓൾറെഡി നമ്മൾ ഫിക്സ്ഡ് ആയിരിക്കും, അതുകൊണ്ട് സ്റ്റാറ്റിക് ആണ്. നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഇഡ്ഡലിത്തട്ടിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ പ്ലേറ്റ്സ് അടുക്കി വെച്ചതാണെങ്കിലും ശരി, അതിന് ആ സ്റ്റാൻഡിൻ്റെ അത്ര മാത്രമേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സൈസ് ഓൾറെഡി ഡിറ്റർമിൻഡ് ആണ്, അതുകൊണ്ട് ഹെൻസ് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക്. ദി ലാസ്റ്റ് പൊസിഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ TOS, ഡിനോട്ട് ടോപ്പ് ഓഫ് സ്റ്റാക്ക്. അതായത് അവസാനത്തെ പൊസിഷനെ ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്നാണ് പറയുന്നത്. സ്റ്റാക്കിന് ഇവിടെ ഒരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അറേ വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അറേയുടെ നെയിം സ്റ്റാക്ക് എന്നാണ്. അപ്പോൾ അതിൽ സൈസ് ഓൾറെഡി ഡിറ്റർമിൻഡ് ആണ്, 10 ആണ് സൈസ്. അതായത് 0 to 9 മെമ്മറീസ് ഉണ്ട്. ഇതിൽ 10 ആണ് ടോട്ടൽ സൈസ്. ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് 10 ആണ്. അപ്പോൾ ഇതിൽ 6 എലമെൻറ്റ്സ് ഓൾറെഡി ഫിൽഡ് ആണ് 0 to 5 എന്നുള്ള സ്ലോട്ട്സിൽ. അപ്പോൾ 0th പൊസിഷനിലുള്ളത് 25, ഫസ്റ്റ് പൊസിഷനിൽ 42, അങ്ങനെ 56 എന്ന് പറയുന്നത് 5th പൊസിഷനിലാണ്. അവസാനത്തെ, അതായത് ലാസ്റ്റ് പൊസിഷൻ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതായത് TOS എന്ന് പറയുന്നത് 5th പൊസിഷനാണ്. പൊസിഷനെയാണ് പറയുന്നത്, അതായത് എലമെൻ്റ് അല്ല, പൊസിഷനാണ് TOS. ഇനി ആ പൊസിഷനിലുള്ള എലമെൻറ്റിനെ റിട്രീവ് ചെയ്യാൻ നമുക്ക് സ്റ്റാക്ക് നെയിം ഓഫ് TOS എന്ന് നമുക്ക് കൊടുക്കാവുന്നതാണ്. ദ ലാസ്റ്റ് എലമെൻറ്റ് ഇൻ എ സ്റ്റാക്ക് ഈസ് ഓൾവേസ് റെഫർഡ് ടു ബൈ ദി എക്സ്പ്രഷൻ സ്റ്റാക്ക് നെയിം ഓഫ് TOS. ഇവിടെ സ്റ്റാക്കിൻ്റെ പേര് സ്റ്റാക്ക് തന്നെയാണ്, അതുകൊണ്ട് സ്റ്റാക്ക് ഓഫ് TOS, അതായത് സ്റ്റാക്ക് ഓഫ് 5 എന്ന് പറയുന്നത് 56 ആണ്. ഇനി സ്റ്റാക്ക് ഓഫ് 0യോ 25, സ്റ്റാക്ക് ഓഫ് 1 42, സ്റ്റാക്ക് ഓഫ് 2 18, അങ്ങനെ സ്റ്റാക്ക് ഓഫ് TOS എന്ന് പറയുന്നത് 56 ആണ്. കാരണം TOS എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പൊസിഷനാണ്.
നെക്സ്റ്റ് നോക്കാം ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്റ്റാക്ക്. ഇനിഷ്യലി ദി വാല്യൂ ഓഫ് TOS വിൽ ബി സെറ്റ് ടു -1 ടു ഡിനോട്ട് ദി ഫാക്ട് ദാറ്റ് ദി സ്റ്റാക്ക് ഈസ് എം ടി. നമ്മൾ TOS അതായത് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്നുള്ള വാല്യൂ നമ്മൾ -1 ആയിട്ടാണ് ഇനീഷ്യലി സെറ്റ് ചെയ്യുന്നത്. അതായത് സ്റ്റാക്കിൽ ഒന്നുമില്ല എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എം ടി ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് -1 ആയിട്ട് സെറ്റ് ചെയ്യും. Whenever an element is added into the stack, the value of TOS will be incremented by 1 until it reaches the highest subscript of the array. ഓരോ എലമെൻ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അത് +1 ആഡ് ചെയ്തുകൊണ്ട് പോകും. TOSൻ്റെ വാല്യൂ 1/1 ആഡ് ചെയ്തുകൊണ്ട് പോകും. അതായത് നമ്മൾ ഫസ്റ്റ് എലമെൻ്റാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ -1 ആയിരുന്നല്ലോ ആദ്യം ഇനീഷ്യലി, അപ്പോൾ അതിലേക്ക് 1 ആഡ് ചെയ്യുമ്പോൾ 0 എന്നാവും. ഇപ്പോൾ TOSൻ്റെ വാല്യൂ 0. അങ്ങനെ വീണ്ടും 1 ആഡ് ചെയ്യുമ്പോൾ, വീണ്ടും ഒരു എലമെൻ്റ് ആഡ് ചെയ്യുമ്പോൾ TOSൻ്റെ വാല്യൂ 1 ഇൻക്രിമെൻ്റ് ചെയ്ത് 1 ആവും. അങ്ങനെ ഓരോ എലമെൻ്റ് ആഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് TOSൻ്റെ വാല്യൂ 1/1 ഇൻക്രിമെൻ്റ് ചെയ്യും. If an array stack of n elements is used to implement a stack, the value of top can vary from 0 to n-1. അതായത് ടോട്ടൽ അറേ എലമെൻറ്റ്സ് n ആണെങ്കിൽ നമ്മളുടെ TOSൻ്റെ വാല്യൂ 0 തൊട്ട് n-1 വരെ വാരി ചെയ്യാം. ഇനി ഓരോ എലമെൻറ്റും നമ്മൾ റിട്രീവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ അറേ സ്റ്റാക്കിൻ്റെ പേര്, സ്റ്റാക്ക് നെയിം. ഇവിടെ സ്റ്റാക്ക് ആയിരുന്നു, അതുകൊണ്ട് സ്റ്റാക്ക് ഓഫ് 0, സ്റ്റാക്ക് ഓഫ് 1, അങ്ങനെ സ്റ്റാക്ക് ഓഫ് n-1 ഇതുവരെ നമുക്ക് ഓരോ എലമെൻറ്റും റിട്രീവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സെക്ഷൻ ഓപ്പറേഷൻസ് ഓൺ സ്റ്റാക്ക്. നമുക്ക് 2 ഓപ്പറേഷൻസാണ് മെയിൻലി സ്റ്റാക്കിലുള്ളത്, ഇൻസേർഷനും ഡിലീഷനും. ഇൻസേർഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ എലമെൻറ്റ് ആഡ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ഡിലീഷൻ എന്ന് വെച്ചാൽ ഓരോ എലമെൻറ്റ് റിമൂവ് ചെയ്യുന്നത്. ഇനി ഇൻസേർഷനെ നമ്മൾ സ്റ്റാക്കിൽ വിളിക്കുന്നത് പുഷ് ഓപ്പറേഷൻ എന്നാണ്. ഡിലീഷനെ നമ്മൾ പോപ്പ് ഓപ്പറേഷൻ എന്നാണ് വിളിക്കാറ്. എന്താണ് പുഷ് ഓപ്പറേഷൻ നോക്കാം. പുഷ് ഓപ്പറേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻസേർട്ടിങ് എ ന്യൂ ഡേറ്റ ഐറ്റം ഇൻ ടു ദി സ്റ്റാക്ക്. സ്റ്റാക്കിലേക്ക് ഒരു പുതിയ എലമെൻറ്റിനെ ആഡ് ചെയ്യുന്നതിന്, നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് നമ്മൾ പുഷ് ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. ഈവൻ ദി ക്രിയേഷൻ ഓഫ് സ്റ്റാക്ക് ഇറ്റ് സെൽഫ് ഈസ് എ റിപ്പീറ്റഡ് എക്സിക്യൂഷൻ ഓഫ് പുഷ് ഓപ്പറേഷൻ. അതായത് ഒരു സ്റ്റാക്കിൻ്റെ ക്രിയേഷൻ, ഒരു സ്റ്റാക്ക് ഉണ്ടാക്കുന്നത് തന്നെ റിപ്പീറ്റഡ് പുഷ് ഓപ്പറേഷൻസ് ആണ്. അതായത് ഓരോന്ന് എലമെൻറ്റ് ആഡ് ചെയ്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അതിന് റിപ്പീറ്റഡ് പുഷ് ഓപ്പറേഷൻസ് ആണ് അവിടെ നടക്കുന്നത്. ഇനി ഇവിടെ പിക്ചർ നമുക്ക് നോക്കാം എങ്ങനെയാണ് പുഷ് ഓപ്പറേഷൻ നടക്കുന്നത്. ഫിഗർ സ്റ്റാറ്റസ് ഓഫ് സ്റ്റാക്ക് ആഫ്റ്റർ എ സീക്വൻസ് ഓഫ് പുഷ് ഓപ്പറേഷൻസ്. അതായത് നമ്മൾ കുറച്ച് പുഷ് ഓപ്പറേഷൻസ് നടത്തിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ഫിഗറാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ നോക്കാം, എം ടി സ്റ്റാക്കാണ്. ഞാൻ പറഞ്ഞു എം ടി സ്റ്റാക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി TOS എന്ത് സെറ്റ് ചെയ്യും, -1 എന്ന് ഇനീഷ്യലി സെറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ TOSൻ്റെ വാല്യൂ -1 ആണ്. ഇവിടെ ഒരു എലമെൻറ്റും ആഡ് ചെയ്തിട്ടില്ല, എം ടി ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ 25 എന്നുള്ള ഒരു എലമെൻറ്റ് നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യും, TOSൻ്റെ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്ത് 1 എന്നാവും, 0 എന്നാവും. -1 ആയിരുന്നല്ലോ, അപ്പോൾ 0 -1 + 1 എന്ന് വെച്ചാൽ 0. അപ്പോൾ TOSൻ്റെ വാല്യൂ 0 ആവും. ഇവിടെ ന്യൂ ഐറ്റം എന്ന് പറയുന്നത് 25 ആണ്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഒരു എലമെൻറ്റ് ആഡ് ചെയ്യുന്നു, 34. അപ്പോൾ TOSൻ്റെ വാല്യൂ വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്ത് 1 ആവും. ന്യൂ എലമെൻറ്റ് 34 ആണ് ഇവിടെ. അതേപോലെ നെക്സ്റ്റ് മൂന്നാമത്തെ ഐറ്റം ആഡ് ചെയ്യുമ്പോൾ TOSൻ്റെ വാല്യൂ 2 ആയി. ഇനി നാലാമത്തെ എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ TOSൻ്റെ വാല്യൂ 3 ആണ്. ന്യൂ എലമെൻറ്റ് ഇവിടെ 56 ആണ്. 56 ആണ് നമ്മൾ ആഡ് ചെയ്ത എലമെൻറ്റ്. അപ്പോൾ ഇനി ഈ പിക്ചറിൽ കണ്ടിട്ട് ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണ് എന്താണ് TOSൻ്റെ വാല്യൂ എന്ന് ചോദിച്ചാൽ അവസാനത്തെ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. എന്താണ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്? ഇവിടെ തേർഡ് ഐറ്റമാണ്. അതുകൊണ്ട് TOS എന്ന് പറയുന്നത്, ആ പൊസിഷൻ എന്ന് പറയുന്നത് 3 ആണ്. ഇനി സ്റ്റാക്ക് ഓഫ് TOS എന്താണ്? 56. ഓക്കെ, അപ്പോൾ അതാണ് ഈ പുഷ് ഓപ്പറേഷനിൽ മനസ്സിലാക്കാനുള്ളത്. സ്റ്റെപ്പ് 1, accept the value in a variable to insert into the stack. അതായത് സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യാനുള്ള വാല്യൂ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് TOSൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് ടോപ്പ് ബൈ 1. എന്നിട്ട് TOSൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുക. എന്നിട്ട് സ്റ്റോർ ദ വാല്യൂ അറ്റ് ദി TOS പൊസിഷൻ.
ആ പൊസിഷനിലേക്ക് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത വാല്യൂ സ്റ്റോർ ചെയ്യുക. ഇതൊക്കെയാണ് പുഷ് ഓപ്പറേഷനിൽ നടക്കുന്നത്. വൺസ് ദി സ്റ്റാക്ക് ഈസ് ഫുൾ ആൻഡ് ഇഫ് വി അറ്റംപ്റ്റ് ടു ഇൻസേർട്ട് ആൻ ഐറ്റം ആൻ ഇമ്പോസിബിൾ സിറ്റുവേഷൻ അറൈസസ്, ദിസ് ഈസ് നോൺ ആസ് സ്റ്റാക്ക് ഓവർഫ്ലോ. ഇത് ഓർമ്മിച്ച് വെക്കണം, സ്റ്റാക്ക് ഓവർഫ്ലോ എന്താണെന്ന്. അതായത് നമ്മളുടെ സ്റ്റാക്ക് ഓൾറെഡി ഫുള്ളാണെന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞു സ്റ്റാറ്റിക് ആണ്, പ്രീ ഡിഫൈൻഡ് ആണ് അതിൻ്റെ സൈസ്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ എക്സാമ്പിളിൽ സൈസ് 10 ആയിരുന്നു. ഇനി ഇവിടെ TOS എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 9th പൊസിഷനിലും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ ഒരു സിറ്റുവേഷൻ, അതായത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അതിനെയാണ് സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്നത്. ഇനി നോക്കാം പുഷ് ഓപ്പറേഷൻ്റെ അൽഗോരിതം എന്താണെന്ന് +1 പഠിച്ചതാണല്ലോ, അപ്പോൾ അത് പറയുന്നില്ല. അൽഗോരിതത്തിൽ സ്റ്റാർട്ട് എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, ഇഫ് TOS ലെസ് ദാൻ n, ഇവിടെ n എന്ന് പറയുന്നത് ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്, മാക്സിമം സൈസാണ്. ഓക്കെ, അപ്പോൾ ഇഫ് TOS ലെസ് ദാൻ n ചെക്ക് ചെയ്യാണ്. നമ്മളുടെ ടോപ്പ് എന്നുള്ള പൊസിഷന് നമ്മളുടെ സൈസ് പ്രീ ഡിഫൈൻഡ് സൈസിനേക്കാളും ചെറുതാണെങ്കിൽ, അതായത് വീണ്ടും നമുക്ക് ആഡ് ചെയ്യാനുള്ള സ്പേസ് സ്റ്റാക്കിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? TOS ഈക്വൽ ടു TOS +1, TOS നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യണം by 1. ഓക്കെ, ഇനി സ്റ്റാക്ക് ഓഫ് TOS ഈക്വൽ ടു വാല്യൂ. എന്നിട്ട് ആ TOSയിലേക്ക്, ആ പൊസിഷനിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഇൻസേർട്ട് ചെയ്യാൻ പറ്റിയ, നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത വാല്യൂ അതിൽ സ്റ്റോർ ചെയ്യുക. എൽസ്, അതായത് TOSൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ n, അതായത് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ n. TOSൻ്റെ വാല്യൂ മാക്സിമം എത്തി, അല്ലെങ്കിൽ ആ സമയത്താണെങ്കിൽ എന്നേക്കാളും കുറവല്ല, മാക്സിമം എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രിൻ്റ് ചെയ്യും സ്റ്റാക്ക് ഓവർഫ്ലോ, എന്നിട്ട് എൻഡ് ഓഫ് ഇഫ്. ഇതാണ് ഇതിൻ്റെ അൽഗോരിതം. സിമ്പിളാണ്. എന്താണ് പുഷ് ഓപ്പറേഷനിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി, നമുക്ക് സ്വന്തമായിട്ട് അൽഗോരിതം എഴുതാൻ പറ്റും. TOSൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുക, മാക്സിമം സൈസിനേക്കാളും ചെറുതാണോ എന്നുള്ളത്. ചെറുതാണെങ്കിൽ എന്ത് ചെയ്യണം? TOSൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുക, എന്നിട്ട് ആ പൊസിഷനിലേക്ക് ആ വാല്യൂ സ്റ്റോർ ചെയ്യുക. ഇനി അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രിൻ്റ് ചെയ്യുക സ്റ്റാക്ക് ഓവർഫ്ലോ. ഇനി നെക്സ്റ്റ് ഓപ്പറേഷനാണ് പോപ്പ് ഓപ്പറേഷൻ. ദി പ്രോസസ് ഓഫ് ഡിലീറ്റിംഗ് ആൻ എലമെൻറ്റ് ഫ്രം ദി ടോപ്പ് ഓഫ് എ സ്റ്റാക്ക് ഇസ് കോൾഡ് പോപ്പ് ഓപ്പറേഷൻ. നമ്മളുടെ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നിന്നും ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാണ്, റിമൂവ് ചെയ്യുന്ന സംഭവത്തെ നമ്മൾ പോപ്പ് ഓപ്പറേഷൻ, ആ പ്രോസസ്സിനെ പോപ്പ് ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. ആഫ്റ്റർ എവറി പോപ്പ് ഓപ്പറേഷൻ ദി വാല്യൂ ഓഫ് TOS ഇസ് ഡിക്രിമെൻറ്റഡ് by 1. അതായത് ഓരോ എലമെൻറ്റും നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനനുസരിച്ച് TOSൻ്റെ വാല്യൂ ഒന്നൊന്നായി കുറഞ്ഞുകൊണ്ട് വരും. പുഷിലാണെങ്കിൽ TOS 1/1 ഇൻക്രിമെൻ്റ് ചെയ്യും, പോപ്പിലാണെങ്കിൽ TOS 1/1 ഡിക്രിമെൻ്റ് ചെയ്യും. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി നമ്മളതിൻ്റെ ഓപ്പറേഷൻസ് നോക്കാം. ഫസ്റ്റ് പിക്ചറിൽ നോക്കാം. ആഫ്റ്റർ ദി റിട്രീവൽ ഓഫ് ഐറ്റം TOS ബിക്കംസ് 2, അതായത് നമുക്ക് ടോട്ടൽ ഇവിടെ 4 എലമെൻറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതായത് 0 to 3 വരെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ എലമെൻറ്റ് 56 ആയിരുന്നു. നമ്മളിവിടെ നിന്നും 56 എന്നുള്ള എലമെൻറ്റ് റിമൂവ് ചെയ്യാണ്. നമുക്ക് സ്റ്റാക്കിൽ മുകളിൽ നിന്ന് മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഫസ്റ്റ് ടോപ്പിലുള്ള വാല്യൂ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? TOSൻ്റെ വാല്യൂ ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യും. ആദ്യം 3 എന്നായിരുന്നു TOSൻ്റെ വാല്യൂ. നമ്മൾ 56 എന്നുള്ള വാല്യൂ റിമൂവ് ചെയ്യുമ്പോൾ TOSൻ്റെ വാല്യൂ കുറഞ്ഞ് എന്താവും? 2 ആവും. ഇനി നെക്സ്റ്റ് വീണ്ടും നമ്മൾ പോപ്പ് ഓപ്പറേഷൻ നടത്തുമ്പോൾ, പോപ്പ് എന്ന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ടോപ്പിലുള്ള എലമെൻറ്റ് റിമൂവ് ചെയ്യും. അപ്പോൾ TOS എന്നുള്ളത് 2 എന്നുള്ളത് എന്താവും? ഒന്ന് കുറഞ്ഞ് 1 ആയി മാറും. നെക്സ്റ്റ് വീണ്ടും നമ്മൾ പോപ്പ് ഓപ്പറേഷൻ നടത്തുമ്പോൾ TOSൻ്റെ വാല്യൂ 1-ൽ നിന്നും 0 ആയി ഡിക്രിമെൻ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഈ അവസാനത്തെ മൂന്നാമത്തെ പിക്ചറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് TOSൻ്റെ വാല്യൂ എന്താ? 0. ഇനി റിട്രീവ് ചെയ്ത ഐറ്റം ഏതായിരുന്നു? 34. അപ്പോൾ ഒരു എലമെൻറ്റ് മാത്രമേ അവിടെ ബാക്കിയാവുന്നുള്ളൂ. സ്റ്റെപ്പ് 1, റിട്രീവ് ദി എലമെൻറ്റ് അറ്റ് ദി TOS ഇൻറ്റു എ വേരിയബിൾ. നമ്മൾ പോപ്പ് എന്നുള്ള ഓപ്പറേഷൻ നൽകുമ്പോൾ TOS എന്നുള്ള പൊസിഷനിലുള്ള എലമെൻറ്റിനെ റിട്രീവ് ചെയ്യും.
അതായത് ആ എലമെൻറ്റിനെ നമ്മൾ റിമൂവ് ചെയ്യും. എന്നിട്ട് സ്റ്റെപ്പ് 2 ഡിക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് TOS/1. എന്നിട്ട് TOSൻ്റെ വാല്യൂ എന്ത് ചെയ്യും? 1 ഡിക്രിമെൻറ്റ് ചെയ്യും. ഇതാണ് പോപ്പ് ഓപ്പറേഷനിൽ നടക്കുന്നത്. ഇനി അതിൻ്റെ അൽഗോരിതം അതിനു മുമ്പ് വെൻ ദി സ്റ്റാക്ക് ഈസ് എംപ്റ്റി ആൻഡ് ഇഫ് വി ട്രൈ ടു ഡിലീറ്റ് ആൻ ഐറ്റം ഫ്രം ദി സ്റ്റാക്ക് ആൻഡ് അൺഫേവറബിൾ സിറ്റുവേഷൻ അറൈസസ് ദിസ് സിറ്റുവേഷൻ ഇസ് നോൺ ആസ് സ്റ്റാക്ക് അണ്ടർഫ്ലോ. നേരത്തെ നമ്മൾ സ്റ്റാക്ക് ഓവർഫ്ലോ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു സിറ്റുവേഷനാണ് സ്റ്റാക്ക് അണ്ടർഫ്ലോ. അതായത് നമ്മൾ ഓൾറെഡി എല്ലാ എലമെൻസും റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വീണ്ടും നമ്മൾ എംപ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ഓപ്പറേഷൻ നൽകുകയാണെങ്കിൽ എന്ത് പറ്റും? അവിടെ റിമൂവ് ചെയ്യാൻ ഒരു എലമെൻറ്റും ബാക്കിയില്ല. അപ്പോൾ സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്നുള്ള ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്യും. ഓക്കെ, അതും മനസ്സിലാക്കി വെക്കുക. സ്റ്റാക്ക് ഓവർഫ്ലോവും സ്റ്റാക്ക് അണ്ടർഫ്ലോവും. ഓക്കെ, ഇനി അടുത്തത് അൽഗോരിതമാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇഫ് TOS ഗ്രേറ്റർ ദാൻ -1, അതായത് എലമെൻറ്റ് TOSൻ്റെ ഇനീഷ്യൽ വാല്യൂ -1 ആണ്. അപ്പോൾ -1 കൂടുതലാണെങ്കിൽ അതിനർത്ഥം എന്താ? ഒരു എലമെൻറ്റെങ്കിലും അവിടെയുണ്ട് അല്ലേ? അതാണ് അതിനർത്ഥം. അതായത് സ്റ്റാക്കിൽ ഒരു എലമെൻറ്റെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് പോപ്പ് ഓപ്പറേഷൻ പോസിബിളാണ്. അങ്ങനെയാണെങ്കിൽ വാൽ ഈസ് ഈക്വൽ ടു സ്റ്റാക്ക് ഓഫ് TOS. വാല്യൂവിലേക്ക് നമ്മളുടെ ആ ടോപ്പ് പൊസിഷനിലുള്ള വാല്യൂവിനെ, ആ ഐറ്റമിനെ എന്ത് ചെയ്യും? റിട്രീവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? TOS ഈക്വൽ ടു TOS -1. TOSൻ്റെ വാല്യൂ 1 ഡിക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, എൽസ് പ്രിൻറ്റ് സ്റ്റാക്ക് അണ്ടർഫ്ലോ. അല്ല, TOSൻ്റെ വാല്യൂ -1 ചെറുതാണ്. അതായത് -1 ആണ് ഏറ്റവും ഇനീഷ്യലായിട്ടുള്ള വാല്യൂ. അതിനേക്കാളും കുറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ -1 അല്ലെങ്കിൽ -1 എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഒരു എലമെൻറ്റും ബാക്കിയില്ല. അപ്പോൾ എന്ത് പ്രിൻറ്റ് ചെയ്യും? സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് പ്രിൻറ്റ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാകുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ അതിന് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് ക്യൂ എന്ന് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, സബ്സ്ക്രൈബ് and press the bell icon for the notifications. Thank you for watching.